ഗുഡ് മോർണിംഗ്. പാർട്ട് 2 സെക്ഷൻ ഡി CMASന്റെ റിസ്ക് മാനേജ്മെന്റ് എന്ന സെക്ഷനാണ് പറയുന്നത്. ഇതൊരു തിയറി ടോപ്പിക്കാണ്. അതുപോലെ തന്നെ ഈ ഒരു സെക്ഷനിൽ ചെറിയ 3 ടോപ്പിക്സിനെ പറ്റിയാണ് പറയുന്നത്. ഫസ്റ്റ് എന്താണ് റിസ്ക്, പിന്നെ റിസ്കിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, പിന്നെ ടൈപ്സ് ഓഫ് റിസ്ക്. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് എന്തൊക്കെ റിസ്കുകളുണ്ട്, അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സും, അതുപോലെ തന്നെ ഏതൊക്കെ തരത്തിലുള്ള റിസ്കുകളാണ് മെയിൻ ആയിട്ട് ഒരു കമ്പനീനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ടൈപ്സ് ഓഫ് റിസ്ക്. ഇത്രയും ചെറിയ 3 ടോപ്പിക്സ് ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ്, റിസ്ക് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു കമ്പനി എങ്ങനെയാണ് റിസ്കിനെ കാണുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് റിസ്കിനെ മാനേജ് ചെയ്യേണ്ടത്, അതൊക്കെ പറയുന്നതിന് മുന്നേ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ് റിസ്ക് എന്ന് മനസ്സിലാക്കുക. റിസ്കിനെ പറ്റി പറഞ്ഞപ്പം ആദ്യം ലാസ്റ്റ് കണ്ട ഒരു സിനിമ അല്ലെങ്കിൽ കുറച്ച് റീസെന്റ് ആയിട്ട് കണ്ട ഒരു ഫിലിമാണ് മഞ്ഞുമൽ ബോയ്സ്. അത് ഇതുമായിട്ട് കുറച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റും. മഞ്ഞുമൽ ബോയ്സ് ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു സർവൈവൽ സ്റ്റോറി ആണെങ്കിലും അത് ഒരുപാട് സർവൈവൽ സ്റ്റോറീസ് നമ്മൾ ഫിലിം ആയിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഫ്രണ്ട്ഷിപ്പിന്റെ ബോണ്ട് തിക്നെസ് കാണിക്കുന്ന ഒരുപാട് സ്റ്റോറീസ് കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ കുറച്ച് ഡിഫറെന്റ് ആണ് തോന്നുന്നത് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന ഫിലിം. കാരണം അതിന് ക്ലൈമാക്സ് തന്നെ ആയിരിക്കും അതിന്റെ ആ ഒരു ഹൈലൈറ്റ് പാർട്ട്. അതിൽ സ്വന്തം ലൈഫ് പോലും റിസ്കിൽ നിർത്തിക്കൊണ്ട് കുട്ടേട്ടൻ എന്ന് പറയുന്ന ക്യാരക്ടർ സുഭാഷിനെ രക്ഷിക്കാൻ വേണ്ടി ആ ഗുണാക്കിയിലേക്ക് ഇറങ്ങുന്ന ആ ഒരു പോർഷൻ ഉണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള ആളുകൾ പറയുന്നുണ്ട് ആ കേവിനുള്ളിൽ വീണ 13 പേരും രക്ഷപ്പെട്ടിട്ടില്ല, അവരാരും തിരിച്ചു വന്നിട്ടില്ല. അപ്പൊ അവിടുത്തെ ആളുകളെ സംബന്ധിച്ച് ആ കുഴിക്കുള്ളിൽ വീഴുക എന്ന് പറഞ്ഞാല് മരിച്ചു എന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ അത്രയൊക്കെ അറിഞ്ഞിട്ടും മരണത്തിലേക്കാണ് പോകുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സ്വന്തം ഫ്രണ്ട് സുഭാഷ് എന്ന് പറയുന്ന ആ ഫ്രണ്ടിനെ രക്ഷിക്കാൻ വേണ്ടി കുട്ടേട്ടൻ ആ കുഴിയിലേക്ക് അറിഞ്ഞുകൊണ്ട് മരണത്തിലേക്ക് ഇറങ്ങി പോകുന്ന പോലെ ഒരു ഇതാണ് നമ്മൾ അവിടെ കണ്ടത്. അപ്പൊ ആ ഫിലിം അത്രയും ഹിറ്റ് ആവാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ ഞാൻ ആലോചിച്ചപ്പോ എനിക്ക് തോന്നിയത് അത് ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു ട്രൂ സ്റ്റോറി ആയതുകൊണ്ടാണ്. കാരണം ഈ ഒരു ടൈമിൽ ആരും ചെയ്യാത്ത തരത്തിലുള്ള ഒരു റിസ്ക് ആണ്, സ്വന്തം ലൈഫ് റിസ്ക് എടുത്തുകൊണ്ട് ആള് അങ്ങനെ ഒരു കാര്യം ചെയ്തതുകൊണ്ടായിരിക്കണം, ഒരു ട്രൂ സ്റ്റോറി ആയതുകൊണ്ടായിരിക്കും. അതുപോലെ തന്നെ ആ സ്വന്തം ലൈഫിനെ റിസ്കിൽ നിർത്തിക്കൊണ്ട് ആ കുഴിക്കകത്തേക്ക് ഇറങ്ങാൻ കാണിച്ച ആ ഒരു മൈൻഡ്, ആ ഫ്രണ്ട്ഷിപ്പിന്റെ ആ ഒരു ബോണ്ട്, അതുകൊണ്ടൊക്കെ ആയിരിക്കണം മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന ഫിലിം കുറച്ചൊന്നും മറ്റ് സർവൈവൽ സ്റ്റോറീസ് അല്ലെങ്കിൽ മറ്റ് ഫ്രണ്ട്ഷിപ്പിന്റെ സ്റ്റോറീസ് പറയുന്ന ഫിലിമിനെ നിന്നൊക്കെ കുറച്ചൊന്നും ഡിഫറെന്റ് ആണ് പറയുന്നത്. അപ്പം അതിന്റെ ക്ലൈമാക്സ് നോക്കുകയാണെങ്കിൽ ഓക്കെ അവര് ഇറങ്ങി ഒരു അവിടെ നിൽക്കുന്ന ഫയർഫോഴ്സ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ പറയുന്നുണ്ട് ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞ് താഴേക്ക് പോയാൽ ഇനിയും താഴേക്ക് പോയാൽ എന്ത് സംഭവിക്കും, ഓക്സിജൻ പോലും കിട്ടാത്ത ഏരിയ ആണ് താഴേക്ക് വരുന്നത്, അതുകൊണ്ട് ഇനി അങ്ങോട്ട് പോകുന്നത് അപകടമാണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഒരു പക്ഷേ അതിന്റെ ക്ലൈമാക്സ് അല്ലെങ്കിൽ അത്ര ഒരു ഹാപ്പി എൻഡിങ് ആയിരുന്നില്ലെങ്കിൽ രണ്ടുപേരുടെ ലൈഫ് ഒരേ സമയം രണ്ടുപേരുടെ ലൈഫ് നഷ്ടപ്പെട്ടേക്കാവുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത്. അപ്പം അവിടെ റിസ്ക് എടുക്കുമ്പോൾ അല്ലെങ്കിൽ റിസ്ക് എന്ന് കേൾക്കുമ്പോൾ ഓൾവേസ് നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട്. റിസ്ക് എടുത്താൽ അതിന്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് നെഗറ്റീവ് ആണ് എന്നൊരു തോട്ടായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരും. പക്ഷെ ഇതുപോലുള്ള സ്റ്റോറീസ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് റിസ്ക് എടുക്കുന്നത് കൊണ്ട് ലൈഫിൽ ഓക്കെ ഓഫ്കോഴ്സ് അതിന് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാവാം അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് റിസൾട്ട് ഉണ്ടാവാം. പക്ഷെ ഓൾവേസ് അതൊരു നെഗറ്റീവ് റിസൾട്ട് ആണ് തരുന്നത്. റിസ്ക് കൊണ്ട് ഓൾവേസ് ഒരു നെഗറ്റീവ് റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ റിസ്കിന് എന്താണ് ഒരു നെഗറ്റീവ് സൈഡും ഉണ്ടാവും, ഒരു പോസിറ്റീവ് സൈഡും ഉണ്ടാവും. അപ്പൊ അതാണ് നമ്മൾ ഈ സെക്ഷൻ. പക്ഷെ നമ്മൾ CMASൽ നമ്മൾ പറയുന്നത് എന്താണ്, റിസ്കിന്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിനെ പറ്റി അല്ലെങ്കിൽ റിസ്കിന്റെ നെഗറ്റീവ് സൈഡിനെ പറ്റി, ഒരു കമ്പനീനെ സംബന്ധിച്ച് എന്താണ് റിസ്ക്, അത് കമ്പനീനെ എങ്ങനെ നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്യും, ഇങ്ങനെ ഒരു നെഗറ്റീവ് ഇതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ സെക്ഷനിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ റിസ്ക് മാനേജ്മെന്റ് എന്ന സെക്ഷൻ ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ റിസ്ക് മാനേജ് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് റിസ്ക് എന്ന് പറയാൻ, അല്ലെ അത് അറിഞ്ഞാലല്ലേ ഇനി ബാക്കി കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് റിസ്ക്. വാട്ട് ഈസ് റിസ്ക്? ബൈ ഡെഫിനേഷൻ നോക്കിയാൽ റിസ്ക് ഈസ് എനി ഇവന്റ് ഓർ ആക്ഷൻ ദാറ്റ് ക്യാൻ കീപ് ആൻ ഓർഗനൈസേഷൻ ഫ്രം അച്ചീവിംഗ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. ദാറ്റ് ഈസ് റിസ്ക് ആർ ഇവന്റ് ദാറ്റ് മൈറ്റ് കോസ് ഹാം ടു എ ബിസിനസ്. അതേ പറഞ്ഞു, റിസ്ക് എന്ന് പറയുന്നത് എപ്പോഴും ഒരു നെഗറ്റീവ് ഔട്ട്പുട്ട് തരണം എന്നില്ല. മേ ബി അത് ചില കേസസിലൊക്കെ പോസിറ്റീവ് ഔട്ട്പുട്ട്സും തരാറുണ്ട്. പക്ഷേ നമ്മൾ പറയുന്ന ഈ സിനാരിയോയിൽ അല്ലെങ്കിൽ നമ്മൾ ഈ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിസ്കിന്റെ നെഗറ്റീവ് ഇമ്പാക്റ്റിനെ പറ്റിയാണ്. അതുകൊണ്ടാണ് പറയുന്നത് എന്റെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു
ഞാൻ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും വിചാരിക്കാം. ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിൽ നിന്നും എന്നെ ഇന്ററപ്റ്റ് ചെയ്യുന്ന ഏതൊരു ഇവന്റിനെയോ ഏതൊരു ആക്ഷനോ എനിക്ക് എന്തെന്ന് വിളിക്കാം? എനിക്ക് റിസ്ക് ആണെന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ അതല്ലെങ്കിൽ എന്റെ ബിസിനസ്സിന് ഹാർംഫുൾ ആവുന്ന ഏതൊരു ഇവന്റ്, എന്റെ ബിസിനസ്സിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യുന്ന ഏതൊരു കാര്യത്തിനെയും ഞാൻ എന്തെന്ന് വിളിക്കും? റിസ്ക് എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ റിസ്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലായി അല്ലെ? എന്റെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്റെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവിനെ അച്ചീവ് ചെയ്യുന്നതിൽ നിന്നും എന്നെ ഇന്ററപ്റ്റ് ചെയ്യുന്ന ഏതൊരു ഇവന്റിനെയും എനിക്ക് റിസ്ക് ആണെന്ന് വിളിക്കാം. റിസ്ക് എന്താണെന്ന് ക്ലിയർ ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ രണ്ടാമതൊരു ടേമാണ് അൺസർട്ടനിറ്റി. അൺസർട്ടനിറ്റി, റിസ്ക്, ഈ രണ്ട് ടേമും സെയിം ആണ്. അൺസർട്ടനിറ്റിയും റിസ്ക്കും സെയിം ആണ്. അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ എന്താണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ്? അത് നമുക്ക് നോക്കാം. അപ്പൊ റിസ്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ കമ്പനിയുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിൽ ഇന്ററപ്റ്റ് ചെയ്യുന്ന എന്തിനേയും എനിക്ക് റിസ്ക് ആണെന്ന് വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അൺസർട്ടനിറ്റി, ബൈ ഡെഫിനേഷൻ നമുക്കൊന്ന് വായിച്ചു നോക്കാം. അൺസർട്ടനിറ്റി എന്താണ്? അൺസർട്ടനിറ്റി, സംതിങ് ദാറ്റ് ഈസ് അൺസർട്ടൻ ഈസ് നോട്ട് നോൺ ഓർ ഈസ് നോട്ട് ഡെഫിനിറ്റ്. Therefore, uncertainty in the context of an event that may occur means it is not known whether the event will occur. ഓക്കെ, അപ്പൊ അൺസർട്ടനിറ്റി എന്ന വേർഡ് മീൻ ചെയ്യുന്നത് എന്താ? അൺസർട്ടൺ ആണ്, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ അൺസർട്ടൺ നോട്ട് നോട്ട്, എനിക്ക് അറിയില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഒരു സിനാരിയോ അല്ലെങ്കിൽ ഒരു ബേസിസിൽ പറയുകയാണ്, ഒരു സിനാരിയോ ബേസിസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇവന്റ് സംഭവിച്ചാൽ, ഒരു പർട്ടിക്കുലർ ഇവന്റ് സംഭവിച്ചാൽ എന്തായിരിക്കും അതിന്റെ ഔട്ട്പുട്ട്, അല്ലെങ്കിൽ എന്തായിരിക്കും അതിന്റെ റിസൾട്ട്? അത് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, പക്ഷെ അതെനിക്ക് മുൻകൂട്ടി അറിയില്ല. അങ്ങനെയുള്ള ഒരു അൺനോൺ ആയിട്ടുള്ള സിറ്റുവേഷനെയാണ് ഞാൻ അൺസർട്ടനിറ്റി അല്ലെങ്കിൽ അൺസർട്ടൺ സിറ്റുവേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം എനിക്ക് ആ ഒരു ഇവന്റ് സംഭവിച്ച, ഒരു സിനാരിയോ ബേസിസിൽ പറയുമ്പോൾ ആ ഒരു ഇവന്റ് സംഭവിച്ചാൽ അതിന്റെ ഔട്ട്പുട്ട് പോസിറ്റീവ് ആണോ എന്നറിയില്ല, നെഗറ്റീവ് ആണോ എന്നറിയില്ല. മേ ബി അത് പോസിറ്റീവ് ആകാം, മേ ബി അത് നെഗറ്റീവ് ആകാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, അങ്ങനെയാണെങ്കിൽ എല്ലാ അൺസർട്ടനിറ്റീസും റിസ്ക് ആണ്? എല്ലാ അൺസർട്ടനിറ്റീസും റിസ്ക് ആണ് ആയിരിക്കും? അല്ല, എല്ലാ അൺസർട്ടനിറ്റീസും റിസ്ക് അല്ല. കാരണം ഞാൻ പറഞ്ഞു, അൺസർട്ടനിറ്റി അല്ലെങ്കിൽ അൺസർട്ടൺ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഔട്ട്പുട്ട് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. പക്ഷേ നമ്മൾ ഇതില് സംസാരിക്കുന്നത് എന്തിനെ പറ്റിയാണോ പറഞ്ഞിരുന്നത്? ആദ്യമേ പറഞ്ഞത് റിസ്ക് എന്ന് പറയുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റിനെ പറ്റിയാണ് നമ്മൾ ഈ സെക്ഷനിൽ സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അൺസർട്ടൺ സിറ്റുവേഷൻ ചില കേസസിൽ പോസിറ്റീവ് റിസൾട്ട്സ് തരില്ലെങ്കിൽ, പോസിറ്റീവ് റിസൾട്ട്സ് തരുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിക്കൂടെ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ പോസിറ്റീവ് ഔട്ട്പുട്ട് തരുന്ന ഒരു സിറ്റുവേഷനെ എനിക്ക് റിസ്ക് എന്ന് വിളിക്കാൻ പറ്റും? ഇല്ല. അപ്പം മേ ബി അത് നെഗറ്റീവ് ആണെങ്കിൽ അതെനിക്ക് റിസ്ക് ആണ്, പക്ഷെ അത് പോസിറ്റീവ് ആണെങ്കിൽ അതെനിക്ക് റിസ്ക് ആണോ? അല്ല. അതുകൊണ്ട് തന്നെ എല്ലാ അൺസർട്ടനിറ്റീസിനെ എനിക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റില്ല? റിസ്ക് എന്ന് വിളിക്കാൻ പറ്റില്ല. എല്ലാ റിസ്ക്കും അൺസർട്ടനിറ്റീസ് ആണോ? എല്ലാ അൺസർട്ടനിറ്റീസും റിസ്ക് അല്ലാന്ന് ഞാൻ പറഞ്ഞു, അതിന്റെ റീസണും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എല്ലാ റിസ്ക്കും അൺസർട്ടനിറ്റീസ് ആണ്? യെസ്, എല്ലാ റിസ്കുകളും അൺസർട്ടനിറ്റീസ് ആണ്. കാരണം റിസ്ക് എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്? നെഗറ്റീവ് ഇമ്പാക്ട്സിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് ഇമ്പാക്ട് തരുന്ന ഏതൊരു അൺസർട്ടനിറ്റിയും എന്താണ്? എനിക്ക് റിസ്ക് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കുന്ന എന്റെ റിസ്കുകളെല്ലാം എന്താണ് എനിക്ക് തരിക? നെഗറ്റീവ് ഇമ്പാക്ട്സ് ആണ് തരിക. അതുകൊണ്ട് തന്നെ ഏതൊരു അൺസർട്ടൺ, നെഗറ്റീവ് ഇമ്പാക്ട് തരുന്ന ഏതൊരു അൺസർട്ടനിറ്റിയും എനിക്ക് റിസ്ക് എന്ന് വിളിക്കും. അപ്പം ഓൾ അൺസർട്ടനിറ്റീസ് ആർ നോട്ട് റിസ്ക്. എല്ലാ അൺസർട്ടനിറ്റീസും എനിക്ക് റിസ്ക് അല്ല, പക്ഷെ എനിക്ക് എല്ലാ റിസ്കുകളും എന്താണ്? അൺസർട്ടനിറ്റീസ് ആണ്. അപ്പം റിസ്കും അൺസർട്ടനിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ക്ലിയർ ആണ്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഫാക്ടേഴ്സ്. റിസ്കിനെ ഇമ്പാക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? രണ്ട് ഫാക്ടേഴ്സ് ആണ് നമുക്ക് വരിക. ഫസ്റ്റ് ടൈം ആൻഡ് സെക്കൻഡ് വോളറ്റിലിറ്റി. ഈ രണ്ട് ഫാക്ടേഴ്സിന്റെയും പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇവര് രണ്ടുപേര് കൂടിയാലും എനിക്ക് റിസ്ക് കൂടും. എനിക്ക് ടൈം കൂടിയാൽ റിസ്ക് കൂടും, വോളറ്റിലിറ്റി കൂടിയാലും റിസ്ക് കൂടും. ഇനി എങ്ങനെയാണ് ഇവർ കൂടിയാൽ എനിക്ക് റിസ്ക് കൂടുക? അത് നോക്കാം. ഓക്കെ, ടൈം ഫസ്റ്റ് നമുക്ക് ടൈം നോക്കാം. ടൈം കൂടിയാൽ എനിക്ക് എങ്ങനെയായിരിക്കും റിസ്ക് കൂടുക? ഒരു ടൈം പീരീഡ് അവര് നമുക്ക് ആ ഡെഫിനേഷനിൽ തന്നിരിക്കുന്നത് ലോങ്ങർ ദ ടൈം പീരീഡ് അണ്ടർ കൺസിഡറേഷൻ ദ ഗ്രേറ്റർ ഈസ് ദ റിസ്ക് എന്നാണ്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം അല്ലെ?
ഇപ്പം ഞാൻ ഈ മന്ത് അല്ലെങ്കിൽ ഇന്ന് ഞാൻ എനിക്ക് വേണ്ടി ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യാണ്. ഇന്ന് ഞാൻ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് വീക്കിൽ ഞാൻ അതിന്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസും സിമെന്റ്, കമ്പി, സാൻഡ്, സ്റ്റീൽ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഞാൻ പർച്ചേസ് ചെയ്ത് സെറ്റ് ചെയ്തു. ഓക്കെ, ഇനി എനിക്ക് എന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് വിതിൻ 1 month ആയപ്പോഴത്തേക്കിനും എന്ത് സംഭവിച്ചു? എനിക്ക് പെട്ടെന്ന് ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നതുകൊണ്ട് എന്റെ ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ എനിക്കൊന്ന് ബ്രേക്ക് ചെയ്ത് നിർത്തേണ്ടതായിട്ട് വന്നു. ഓക്കെ, ഞാൻ ഒരു 2 or 3 വീക്സിലേക്ക് നിർത്തി വെക്കാം എന്നായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ആ ഒരു 3 വീക്സ് കൊണ്ട് എന്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആയില്ല. അതുകൊണ്ട് എനിക്ക് എന്ത് സംഭവിച്ചു? ഞാൻ 3 വീക്സ് എന്ന് ഉദ്ദേശിച്ച സംഭവം ഒരു 1 ഇയറിലേക്ക് എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഇനി എന്റെ ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതെന്നാണ് 1 ഇയറിന് ശേഷമാണ്. അപ്പൊ എന്തായിരിക്കും? അപ്പൊ എന്റെ ടൈം പീരീഡ് കൂടി അല്ലെ? ഞാൻ ഇന്ന് ഈ മന്ത് സ്റ്റാർട്ട് ചെയ്തിരുന്ന എന്റെ ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ 1 ഇയറിന് ശേഷം ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക? എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്ന് ഇപ്പം ബ്രിക്സ്, എന്റെ ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷന് വേണ്ടി ഞാൻ ഇന്ന് വാങ്ങിയ ബ്രിക്സ് അല്ലെങ്കിൽ ഞാനൊരു റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തു എന്ന് വിചാരിക്കാം. ഞാൻ ഇന്നിപ്പം എനിക്ക് ഒരു റോ മെറ്റീരിയൽ 1000 per kilo അല്ലെങ്കിൽ 1000 rupeesന് ഞാൻ ഇന്ന് ഒരു സാധനം എന്റെ ഒരു റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തു. പക്ഷെ 1 ഇയറിന് ശേഷം എനിക്ക് 1000 rupeesന് എന്റെ ഈ റോ മെറ്റീരിയൽ കിട്ടുമോ? ഓക്കെ, നമ്മൾ നെഗറ്റീവ് സൈഡാണ് സംസാരിക്കുന്നത്, അതുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് മാത്രം ചിന്തിച്ചാൽ മതി. ഒബ്വിയസ്ലി അതിന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ ഇപ്പം ഈ മന്തിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത എന്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബജറ്റ് പ്രിപ്പയർ ചെയ്തു. ഓക്കെ, എന്റെ ബജറ്റ് എന്ന് പറയുന്നത് ഈ കൺസ്ട്രക്ഷൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് ഇതൊരു ബിൽഡിംഗ് ആയി മാറുമ്പോൾ ഒരു 10 ലക്ഷം രൂപയാണ് എന്റെ ബജറ്റ്. ബട്ട് 1 ഇയറിന് ശേഷം എനിക്ക് എന്റെ റോ മെറ്റീരിയലിന്റെ പ്രൈസ് കൂടി. അതുപോലെ തന്നെ ഇന്ന് ഞാൻ 1000 rupees ഡെയിലി വേജസിനാണ് ലേബറിനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ 1 ഇയറിന് ശേഷം എനിക്ക് ഈ 1000 rupees ഡെയിലി വേജസിനാണ് കിട്ടുമോ? കിട്ടില്ല. എന്ത് ചെയ്യും? ആ ഡെയിലി വേജസ് 1000 എന്നുള്ളത് ഒരു മിനിമം 1500 അല്ലെങ്കിൽ 2000 ആയിട്ടുണ്ടാവും. എന്റെ ഡെയിലി വേജസ് കൂടിയിട്ടുണ്ടാവും. അപ്പൊ എന്ത് സംഭവിക്കും? എന്റെ കോസ്റ്റ് കൂടും. അപ്പൊ ഞാൻ 10 lakhൽ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന എന്റെ ബജറ്റ് എന്ത് ചെയ്യും? ഈ 10 lakhൽ 1 ഇയറിന് ശേഷം എനിക്ക് എന്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ? ഓഫ്കോഴ്സ് പറ്റില്ല. അപ്പൊ എന്ത് സംഭവിച്ചു? എന്റെ ബജറ്റ് ബ്രേക്ക് ആയി, അല്ലെങ്കിൽ എന്റെ ബജറ്റ് അനുസരിച്ച് എനിക്ക് എന്റെ കോസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റിയില്ല, അല്ലെങ്കിൽ എന്റെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. എന്റെ കോസ്റ്റ് കൂടുന്നത് ഒരു കമ്പനിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് പോസിറ്റീവാണോ നെഗറ്റീവാണോ? ഷുവർ ആയിട്ടും കമ്പനിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് എന്റെ കോസ്റ്റ് കൂടുന്നത് എനിക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ്. അത് എന്നെ സംബന്ധിച്ച് റിസ്ക് ആണ്. ഓക്കെ, അപ്പൊ ടൈം കൂടിയാൽ റിസ്ക് കൂടുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പൊ ക്ലിയർ അല്ലേ? ഓഫ്കോഴ്സ് ടൈം കൂടുന്നതനുസരിച്ച് നമ്മുടെ റിസ്ക് കിട്ടും. സെക്കൻഡ് ടേം ആണ് വോളറ്റിലിറ്റി. ഇന്ന് വോളറ്റിലിറ്റി എന്നുള്ള വേർഡ് മീൻ ചെയ്യുന്നത് ടെൻഡൻസി ടു ചേഞ്ച് എന്നാണ് ആ വേർഡ് തന്നെ മീൻ ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ ഡെഫിനേഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. വോളറ്റിലിറ്റി റിഫേഴ്സ് ടു ഇൻകൺസിസ്റ്റൻസി ഓഫ് റിസൾട്ട്സ്. Volatility increases risk because it increases uncertainty about the future. Okay, അപ്പം വോളറ്റിലിറ്റി എന്ന വേർഡ് മീൻ ചെയ്യുന്നത് എന്താണ്? ടെൻഡൻസി ടു ചേഞ്ച് അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കാത്ത ഒരു ഇതിനെയാണ് നമ്മൾ വോളറ്റൈൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. MSP എന്ന് പറയുന്ന സാധനം കേട്ടിട്ടുണ്ടാവും അല്ലെ? മിനിമം സപ്പോർട്ട് പ്രൈസ് അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ നമ്മൾ താങ്ങുവില എന്ന് പറയും. നമ്മൾ ഈ ന്യൂസ് ഒക്കെ കേൾക്കുമ്പോൾ പലപ്പോഴായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു സംഭവമാണ്, റബ്ബറിന് അല്ലെങ്കിൽ ഈ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിനൊക്കെ ഗവൺമെന്റ് താങ്ങുവില പ്രഖ്യാപിച്ചു അല്ലെങ്കിൽ MSP ഡിക്ലെയർ ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ് അവർ MSP ഡിക്ലെയർ ചെയ്യുന്നത്? ഫാർമേഴ്സ് എന്തായാലും ഒരു കോസ്റ്റ് ചെലവാക്കി അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ചെലവാക്കിയാണ് അവരുടെ പ്രോഡക്റ്റിനെ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത് അല്ലെ? ആ മാർക്കറ്റിലേക്ക് എത്തിക്കുമ്പോൾ അവർ കിട്ടേണ്ടതായ ഒരു റിട്ടേൺ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാവുമല്ലോ.
ചില കേസസിൽ എന്ത് സംഭവിക്കും, ഈ മാർക്കറ്റ് പ്രൈസ് ഫോൾ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അവരുടെ കോസ്റ്റ് പോലും മീറ്റ് ചെയ്യാൻ പറ്റാത്ത അത്ര തരത്തിലേക്ക് പോകും. മാർക്കറ്റ് പ്രൈസ് താഴേക്ക് പോയാൽ അത് ആരെ ഇമ്പാക്ട് ചെയ്യും? ഫാർമേഴ്സിനെ ഇമ്പാക്ട് ചെയ്യും. അത് ഫാർമേഴ്സിന് എന്താണ്? റിസ്ക് ആണ്. അപ്പം നമ്മുടെ ഫാമേഴ്സിനെ ഈ പ്രൈസ് വോളറ്റിലിറ്റിയിൽ നിന്നും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ പ്രൈസ് വോളറ്റിലിറ്റിയിൽ നിന്നും അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? MSP എന്ന് പറയുന്ന സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് കാരണം അങ്ങനെ ഒരു മിനിമം സപ്പോർട്ട് പ്രൈസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മിനിമം എന്ത് കിട്ടും? ഒരുപാട് പ്രോഫിറ്റ് അല്ലെങ്കിലും അവര് ഇറക്കിയ കോസ്റ്റ് ഉണ്ടല്ലോ, ആ കോസ്റ്റ് എങ്കിലും മീറ്റ് ചെയ്യാനുള്ള റിട്ടേൺ അവർക്ക് കിട്ടും. അത് MSP എന്ന് പറഞ്ഞ ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അതല്ല, കുറെ കൂടെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ഇതാണ് പറയാൻ. ഒരു എക്സാമ്പിൾ പറഞ്ഞാല് നമ്മുടെ ഗോൾഡിന്റെ റേറ്റ് അങ്ങ് നോക്കിയാൽ മതി. ഇപ്പൊ കഴിഞ്ഞ ഒരു മന്ത് ആയിട്ട് എന്താണ് ഗോൾഡിന്റെ റേറ്റ് ഡെയിലി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്ത നമ്മൾ കണ്ടിരുന്നു. ന്യൂസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഡെയിലി ഗോൾഡിന്റെ റേറ്റ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, കുറച്ചധികം നാളിങ്ങനെ കൂടി വന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഒന്ന് കുറഞ്ഞതിന് ശേഷം വീണ്ടും എന്ത് ചെയ്തു? അതുപോലെ കുറഞ്ഞതിനേക്കാളും കൂടുതലായിട്ട് വീണ്ടും റേറ്റ് കൂടുന്നത് നമ്മൾ കണ്ടു. ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ ഒരു 5 വർഷത്തിന് മുന്നേ ഞാൻ ഗോൾഡ് വാങ്ങിയ എമൗണ്ട് അല്ല, ഗോൾഡ് വാങ്ങിയത് ഇപ്പം 1 ലക്ഷം രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയെന്നുണ്ടെങ്കിൽ അന്ന് വാങ്ങിയ അത്രയും ഗോൾഡ് എനിക്ക് ഇന്ന് 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റുമോ? ഇല്ല. എന്ത് ചെയ്തിട്ടുണ്ട്? റേറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രൈസ് വോളറ്റൈൽ ആയിട്ടുണ്ട്. അതാണ് നമ്മുടെ വോളറ്റിലിറ്റി. അതായത് അപ്പം ഈ വോളറ്റിലിറ്റി എന്ന് പറയുന്ന ഇതിനെ കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ ഈ വോളറ്റിലിറ്റി കൂടുന്നതനുസരിച്ച് എനിക്ക് റിസ്ക് കൂടും. അത് ക്ലിയർ അല്ലേ? ഇൻകൺസിസ്റ്റൻസി. ഇപ്പം ഗോൾഡിന്റെ റേറ്റിന്റെ കേസ് തന്നെ പറഞ്ഞാല്, ഞാൻ കഴിഞ്ഞ 5 വർഷത്തിന് മുന്നേ ഞാനിപ്പം ഒരു പവൻ ഗോൾഡ് വാങ്ങാൻ വേണ്ടി, അല്ലെങ്കിൽ 1 പവൻ സ്വർണം ഞാൻ വാങ്ങിയത് 50,000 രൂപയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് 50,000 രൂപയ്ക്ക് 1 പവൻ കിട്ടുമോ? കിട്ടത്തില്ല. അപ്പോൾ എന്റെ പ്രൈസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് എന്നെ സംബന്ധിച്ച് എന്താണ്? റിസ്ക് ആണ്. അവിടെയും എന്റെ കോസ്റ്റ് കൂടും. അപ്പോൾ അതും എനിക്ക് റിസ്ക് ആണ്. ഓക്കെ, അപ്പം 2 ഫാക്ടേഴ്സിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്, ടൈമും വോളറ്റിലിറ്റി. അപ്പൊ ഇവര് രണ്ടുപേരുടെയും പ്രത്യേകത എന്താ? ഇവര് രണ്ടുപേരും കൂടിയാല് എനിക്ക് എന്ത് കൂടും? എന്റെ റിസ്ക് കൂടും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ടൈപ്സ് ഓഫ് റിസ്ക് ആണ്. ടൈപ്സ് ഓഫ് റിസ്ക് നമുക്ക് 4 ടൈപ്സ് ഓഫ് റിസ്ക് ആണ് വരുന്നത്. സ്ട്രാറ്റജിക് റിസ്ക്, ഓപ്പറേഷണൽ റിസ്ക്, ഫിനാൻഷ്യൽ റിസ്ക് ആൻഡ് ഹസാർഡ് റിസ്ക്. ആ പേരിൽ നിന്ന് തന്നെ ക്ലിയർ ആണ് എന്തിലേക്കാണ് അത് ഉദ്ദേശിക്കുന്നത്. ഈ സ്ട്രാറ്റജിക് റിസ്ക് അതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഓപ്പറേഷണൽ റിസ്ക്, ഫിനാൻഷ്യൽ റിസ്ക്, ഹസാർഡ് റിസ്ക്. ആ നെയിമിൽ നിന്ന് തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അവരെ എന്താണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓരോ റിസ്കുകളെ പറ്റി നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, സ്ട്രാറ്റജിക് റിസ്ക്. സ്ട്രാറ്റജിക് റിസ്കിനെ പറ്റി പറയുന്നതിന് മുന്നേ എന്താണ് സ്ട്രാറ്റജി എന്ന് നോക്കണം അല്ലെ? വാട്ട് ഡു യു മീൻ ബൈ സ്ട്രാറ്റജി? എന്താണ് നമ്മൾ സ്ട്രാറ്റജി ഉദ്ദേശിക്കുന്നത്? ഓക്കെ, അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാല് ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മുടെ ഏഷ്യാനെറ്റിൽ നടക്കുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. അത് അറ്റ്ലീസ്റ്റ് ഓരോ എപ്പിസോഡെങ്കിലും കണ്ടിട്ടില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലെ? ഓക്കെ, അപ്പം ബിഗ് ബോസിന്റെ ടൈമിംഗ് എന്ന് പറയുന്നത് ഏഷ്യാനെറ്റിൽ വൈകുന്നേരം ലൈവ് അല്ല പറയുന്നത്, ഒരു 9 to 10 ആ ഒരു ടൈമിങ്ങിലാണ് ഏഷ്യാനെറ്റിൽ ഈ പ്രോഗ്രാം വരുന്നത്. ഓക്കെ, ആ ഒരു പ്രോഗ്രാമിനകത്ത് ഈ വാക്ക് വരുന്നുണ്ട് കുറേ പ്രാവശ്യം. ആ ഒരു 1 hour സെക്ഷനകത്ത് ഒരു മിനിമം 10 പ്രാവശ്യമെങ്കിലും അതിനകത്തെ കണ്ടസ്റ്റൻസ് പറയുന്ന ഒരു വേർഡാണ് സ്ട്രാറ്റജി. ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. അവര് കുറഞ്ഞൊരു 10 വട്ടമെങ്കിലും അവർ ആ ഒരു 1 hour ഷോയ്ക്കകത്ത് പറയുന്നുണ്ടാവും സ്ട്രാറ്റജി സ്ട്രാറ്റജി സ്ട്രാറ്റജി. അതായത് അവരതിനകത്ത് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഷോ എന്ന് പറയുന്നത് 100 ദിവസം ആ ഹൗസിനുള്ളിൽ നിൽക്കുക, എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് വരുന്ന ആ ഒരാളാണ് ആ സീസണിന്റെ വിന്നർ. ഓക്കെ, അപ്പൊ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അതിനകത്ത് നിൽക്കുന്ന ഓരോ കണ്ടസ്റ്റൻസിന്റെയും ഗോൾ എന്ന് പറയുന്നത് എന്താ? 100 days അവിടെ കംപ്ലീറ്റ് ചെയ്ത് ആ സീസൺ വിൻ ചെയ്യാം. അതാണ് അവിടെ നിൽക്കുന്ന ഓരോ കണ്ടസ്റ്റൻസിന്റെയും ലക്ഷ്യം. അപ്പൊ അവർ ഉദ്ദേശിക്കുന്ന ഈ സ്ട്രാറ്റജി കൊണ്ട് അവരെന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്?
അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? അവരുടെ ഗോൾ എന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ 6ന്റെ വിന്നർ ആവുക എന്നുള്ളതാണെങ്കിൽ ആ വിന്നർ ആവാൻ വേണ്ടിയിട്ട് അവര് ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. ആ ഗെയിമിന്റെ പ്ലാൻ, ആ ഗെയിം പ്ലാനിനെയാണ് അവർ സിംപ്ലി സ്ട്രാറ്റജി എന്നതുകൊണ്ട് അതിൽ ഉദ്ദേശിക്കുന്നത്. അതായത് അവരുടെ ഗോൾ എന്ന് പറയുന്നത് സീസൺ 6 വിന്നർ ആവുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ ടൈറ്റിൽ വിന്നർ ആവുക അല്ലെ. അപ്പൊ ആ ടൈറ്റിൽ വിന്നർ ആകാൻ വേണ്ടിയിട്ട് അവര് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഗെയിം പ്ലാനിനെയാണ് അവര് സ്ട്രാറ്റജി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ബിഗ് ബോസ് പോട്ടെ, നമ്മുടെ കാര്യത്തിലേക്ക് വന്നാൽ, നമ്മുടെ ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിലേക്ക് വന്നാൽ, ഏതൊരു ഓർഗനൈസേഷനും 2 ടൈപ്സ് ഗോൾസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഒരു ഷോർട്ട് ടേം ഗോൾസ് ഉണ്ടാവും, ഒരു ലോങ് ടേം ഗോൾസ് ഉണ്ടാവും. ഷോർട്ട് ടേം ഗോൾസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു 1 ഇയറിനുള്ളിൽ എന്റെ കമ്പനിക്ക് ഇപ്പം ഈ ഇയർ 2024 എൻഡ് ചെയ്യുമ്പോൾ എന്റെ കമ്പനിക്ക് ഒരു മിനിമം ഇത്ര പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാം, അതായിരിക്കും എന്റെ ഷോർട്ട് ടേം ഗോൾ എന്ന് പറയുന്നത്. പക്ഷേ ഒരു ലോങ് ടേം ഗോൾ എന്ന് പറയുന്നത് ഒരു പ്രോഫിറ്റ് ബേസ്ഡ് ആയിരിക്കില്ല ഒരു കമ്പനിയെ സംബന്ധിച്ച്. ലോങ് ടേം ഗോൾ ഇപ്പം എന്റെ കമ്പനിക്ക് ലോങ് ടേം ഗോൾ എന്ന് പറയുന്നത് അടുത്ത 10 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ അടുത്ത 20 വർഷത്തിനുള്ളിൽ ടോപ്പ് 10 കമ്പനീസിലേക്ക് എത്തുക. അതാണ് എന്റെ കമ്പനിയുടെ ഗോൾ, അല്ലെങ്കിൽ എന്റെ കമ്പനിയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അടുത്ത 10 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ അടുത്ത 20 വർഷത്തിനുള്ളിൽ എവിടെ എത്തണം? ടോപ്പ് 10 കമ്പനീസിൽ ഒന്നാവുക എന്നുള്ളതാണ് എന്റെ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്. ഓക്കെ, അപ്പൊ ഈ ഒബ്ജക്റ്റീവിലേക്ക് എത്താൻ വേണ്ടിയിട്ട് 10 വർഷം 20 വർഷം കഴിയുമ്പോൾ ഞാൻ തന്നെ ടോപ്പ് 10ലേക്ക് എത്തും? തന്നെ എത്തില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ട് ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യണം. ആ ക്രിയേറ്റ് ചെയ്യാൻ, എന്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന ആ ഒരു പ്ലാൻ ഉണ്ടല്ലോ, ആ പ്ലാനിനെയാണ് ഞാൻ എന്തെന്ന് വിളിക്കുന്നത്? എന്റെ സ്ട്രാറ്റജി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ സ്ട്രാറ്റജിക് റിസ്ക്? ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എന്റെ ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിൽ നിന്ന് എന്നെ ഇന്ററപ്റ്റ് ചെയ്യുന്ന എന്തിനേയും എനിക്ക് എന്തെന്ന് വിളിക്കാം? സ്ട്രാറ്റജിക് റിസ്ക് എന്ന് വിളിക്കാം, അല്ലെ. ഞാൻ 10 വർഷം അല്ലെങ്കിൽ 20 വർഷത്തിനുള്ളിൽ എന്റെ കമ്പനി ടോപ്പ് 10ൽ എത്തണമെന്ന് ഞാൻ ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിൽ നിന്നും എന്നെ ഇന്ററപ്റ്റ് ചെയ്യുന്ന ഏതൊരു ഇവന്റിനെയും എനിക്ക് റിസ്ക് എന്ന് വിളിക്കാം. അത് വെറും റിസ്ക് അല്ല. എന്ത് റിസ്ക് ആണ്? എന്റെ സ്ട്രാറ്റജിക് റിസ്ക് ആണ്. ഓക്കെ, നമുക്ക് ഡെഫിനേഷനിലേക്ക് ഒന്ന് പോയാൽ, സ്ട്രാറ്റജിക് റിസ്ക് ആർ എൻറ്റിറ്റി ലെവൽ റിസ്ക് ദാറ്റ് അഫക്ട് ദ ഹോൾ ഓർഗനൈസേഷൻ. കുറച്ച് എക്സാമ്പിൾസ് ആണ് തന്നിരിക്കുന്നത്. ബ്രാൻഡ് റിസ്ക്, റെപ്യൂട്ടേഷൻ റിസ്ക്, പൊളിറ്റിക്കൽ റിസ്ക്, ചേഞ്ചസ് ഇൻ കസ്റ്റമർ ടേസ്റ്റ്. ഓക്കെ, ഹോൾ ഓർഗനൈസേഷൻ അഫക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാനിപ്പം ടോപ്പ് 10 കമ്പനീസിൽ എത്തുക എന്ന് പറഞ്ഞില്ലേ, അത് എന്റെ കമ്പനിയുടെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് അല്ല. എന്റെ കമ്പനിയുടെ ഏതെങ്കിലും ഒരു സബ്സിഡിയറിയോ എത്തിയാൽ പോരാ ടോപ്പ് 10ൽ. എന്ത് ചെയ്യണം? എന്റെ ഹോൾ ഓർഗനൈസേഷൻ ആണ് ടോപ്പ് 10ലേക്ക് എത്തേണ്ടത്. അപ്പം ആ ഈ സ്ട്രാറ്റജിക് റിസ്കിന് എന്തിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് അത് പറയുന്നത്? എന്റെ ഹോൾ ഓർഗനൈസേഷനെ ഇമ്പാക്ട് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉള്ള റിസ്കുകളെയാണ് ഞാൻ എന്തെന്ന് വിളിക്കുന്നത്? എന്റെ സ്ട്രാറ്റജിക് റിസ്ക് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിളില് ബ്രാൻഡ് റിസ്ക്, റെപ്യൂട്ടേഷൻ റിസ്ക്, പൊളിറ്റിക്കൽ റിസ്ക്, ചേഞ്ചസ് ഇൻ കസ്റ്റമർ ടേസ്റ്റ്. അല്ലെങ്കിൽ എങ്ങനെ കസ്റ്റമറുടെ ടേസ്റ്റ് ചേഞ്ച് ചെയ്യുന്നത്? അതെങ്ങനെയായിരിക്കും? കസ്റ്റമറുടെ ടേസ്റ്റ് ചേഞ്ച് അല്ലെങ്കിൽ കസ്റ്റമറുടെ പ്രിഫറൻസ് ചേഞ്ച് ചെയ്യാന്ന് പറയുന്നത് എന്താ? ഓക്കെ, ഞാനിപ്പം എന്റെ കമ്പനിയിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് മാർക്കറ്റിലേക്ക് ഞാൻ ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്നുണ്ട്. ആ പ്രോഡക്റ്റ് കഴിഞ്ഞ 5 വർഷമായിട്ട് എന്റെ കസ്റ്റമേഴ്സിന് ഭയങ്കര ഇഷ്ടമാണ് എന്റെ പ്രോഡക്റ്റ്. അവർ അതിങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് പെട്ടെന്നൊരു ദിവസം എന്റെ കോമ്പറ്റീറ്റർ എന്റെ ഈ സെയിം പ്രോഡക്റ്റിന്റെ കുറച്ചുകൂടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ വാല്യൂ ആഡഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിനെ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്തായിരിക്കും സംഭവിക്കുക? എന്റെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ എന്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന കസ്റ്റമേഴ്സ് വീണ്ടും എന്റെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമോ? അതോ എന്റെ ആ പ്രോഡക്റ്റിന്റെ കുറച്ചുകൂടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പുതിയ പ്രോഡക്റ്റിനെ സെലക്ട് ചെയ്യുമോ? ഒബ്വിയസ്ലി അവർ ഏത് സെലക്ട് ചെയ്യും? അഡ്വാൻസ്ഡ് വേർഷൻ ആയിരിക്കും സെലക്ട് ചെയ്യുക. അതിപ്പോ നമ്മളാണെങ്കിൽ അങ്ങനെ തന്നെയല്ലേ ചെയ്യുള്ളൂ. പ്രോഡക്റ്റ് ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന എന്റെ പ്രോഡക്റ്റ് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ഞാൻ അത് പർച്ചേസ് ചെയ്യും. അപ്പൊ അവിടെ എന്താ സംഭവിച്ചത്? എന്റെ കസ്റ്റമറിന്റെ ടേസ്റ്റ് ചേഞ്ച് ചെയ്തു, അല്ലെങ്കിൽ എന്റെ കസ്റ്റമറിന്റെ പ്രിഫറൻസ് ചേഞ്ച് ചെയ്തു. അത് എനിക്ക് എന്താണ്? സ്ട്രാറ്റജിക് റിസ്ക് ആണ്. ഇനി റെപ്യൂട്ടേഷൻ റിസ്ക്, ബ്രാൻഡ് റിസ്ക് എന്നൊക്കെ പറയുന്നത്, റെപ്യൂട്ടേഷൻ റിസ്കിന്റെ കേസ് പറയാം. ലാസ്റ്റ് ഡയറി മിൽക്കിന്റെ ഒരു കേസ് പറയാം.
ഡയറി മിൽക്ക് കഴിഞ്ഞ ഒരു ടൈമിൽ നമ്മൾ കണ്ടിട്ടുണ്ടാകും, സോഷ്യൽ മീഡിയാസിലൊക്കെ ഒരുപാട് വന്ന ഒരു കേസായിരുന്നു ഡയറി മിൽക്കിനുള്ളിൽ ഒരു പുഴുവിനെ കണ്ട ഒരു കേസ്. സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വൈറലായിരുന്ന ഒരു സംഭവമായിരുന്നു. അപ്പം അത് എനിക്ക് ഡയറി മിൽക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. ഞാൻ ഡയറി മിൽക്ക് ഒരുപാട് എവിടെ കണ്ടാലും വാങ്ങിക്കും. അങ്ങനെ ഒത്തിരി ഇഷ്ടമുള്ള ഒരുപാട് ചോക്ലേറ്റ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഡയറി മിൽക്കാണ്. പക്ഷെ ഈ ഒരു സംഭവം ഞാൻ കണ്ടതിന് ശേഷം കഴിഞ്ഞിടയ്ക്ക് ഞാൻ വീട്ടിൽ പോയപ്പോൾ എൻ്റെ വീട്ടില് എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഡയറി മിൽക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് അറിഞ്ഞുകൊണ്ട് ആള് വലിയൊരു ഫാമിലി പാക്ക് വാങ്ങിച്ചോണ്ടാ വന്നത്. അത് കണ്ടു ഞാൻ, ഓക്കെ അവള് വാങ്ങിച്ചിട്ട് തന്നല്ലേ എന്ന് പറഞ്ഞൊന്നുമില്ല. ഞാൻ അത് വാങ്ങി നേരെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു. പിറ്റേ ദിവസം എനിക്ക് തിരിച്ച് ഇങ്ങോട്ടേക്ക് പോരേണ്ടതായിരുന്നു, ഓഫീസിലേക്ക് വരേണ്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അത് നേരെ വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചു. അത് ഒന്ന് പൊട്ടിക്ക് പോയിട്ട് അതൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും എനിക്ക് തോന്നിയില്ല. കാരണം എന്റെ മനസ്സിൽ കിടക്കുന്നത് എന്താണ്, ആ ഒരു പുഴുവിനെ കണ്ട ആ ഒരു ഇവന്റ് എന്റെ മൈൻഡിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതായത് കാഡ്ബറീസ് അല്ലെങ്കിൽ ആ ഡയറി മിൽക്ക് എന്ന് പറയുന്ന ആ ഇതിനോടുള്ള എന്റെ ട്രസ്റ്റ് ബ്രേക്ക് ആയി. അതുകൊണ്ട് ഇനി ഇപ്പൊ എനിക്ക് അത് കഴിക്കാൻ തോന്നില്ല. അതുപോലെ തന്നെ ഞാൻ അല്ലേ ഓരോ കസ്റ്റമേഴ്സും അത് ഇഷ്ടപ്പെടുന്ന ഓരോ കസ്റ്റമേഴ്സിന്റെ മൈൻഡിലേക്ക് അങ്ങനെയല്ലേ ചിന്ത പോവാ. നമ്മുടെ ട്രസ്റ്റ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ, അതായത് നമ്മുടെ റെപ്യൂട്ടേഷൻ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ കമ്പനി കയറി വരിക എന്ന് പറയുന്നത് നല്ല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പൊ റെപ്യൂട്ടേഷൻ റിസ്ക് എന്ന് പറയുന്നത് ഇതുപോലുള്ള കേസസ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കണ്ടാണ് ബാങ്ക്രപ്റ്റ് ആയിട്ട് പോയ ഒരു കമ്പനിയായിരുന്നു നമ്മുടെ ഡൊമിനോസ് എന്ന് പറയുന്നത്. അവര് കയറി വന്നത് എങ്ങനെയാണ്, അവര് കസ്റ്റമേഴ്സിന്റെ അല്ലെങ്കിൽ അവരുടെ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ അവരുടെ ബ്രാൻഡ് എന്ന് പറയുന്ന ഒരു സംഭവം അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ് ആ കമ്പനി വീണ്ടും കയറി വന്നത്. അവർ പറഞ്ഞിട്ട് രണ്ടാമത് അവർ മാർക്കറ്റിൽ റീലോഞ്ച് ചെയ്തപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം, 30 മിനിറ്റ്സിനുള്ളിൽ അവർ ഓർഡർ ചെയ്യുന്ന സാധനം ഡെലിവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കസ്റ്റമർക്ക് അത് ഫ്രീ ആയിട്ട് കിട്ടും എന്ന അങ്ങനെ ഒരു ഇത് അവർ ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷമാണ് ഡൊമിനോസ് എന്ന് പറയുന്ന ആ ഒരു കമ്പനി വളർന്നത്. ഓക്കെ, അപ്പൊ ബ്രാൻഡ് റിസ്ക്, റെപ്യൂട്ടേഷൻ റിസ്ക് എന്നൊക്കെ പറയുന്നത് എന്താണ്, എന്റെ ഹോൾ ഓർഗനൈസേഷനെ ഇമ്പാക്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള റിസ്കുകളാണ്. അത്രയാണ് നമ്മുടെ സ്ട്രാറ്റജിക് റിസ്ക് വരുന്നത്. നെക്സ്റ്റ് റിസ്ക് ആണ് ഓപ്പറേഷണൽ റിസ്ക്. ഓപ്പറേഷണൽ റിസ്ക് എന്ന് പറയുന്നത്, ഓക്കെ, അപ്പൊ ഞാൻ സ്ട്രാറ്റജിക് റിസ്കിനെ പറ്റി പറഞ്ഞു, എന്റെ ഹോൾ ഓർഗനൈസേഷനെ ഇമ്പാക്ട് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന്. ഇനി എന്റെ ഓപ്പറേഷണൽ റിസ്കിനെ പറ്റി പറഞ്ഞാൽ എന്താണ് ഓപ്പറേഷണൽ റിസ്ക്? ആ ഒരു വേർഡിൽ നിന്ന് തന്നെ ക്ലിയർ ആണ് എന്താണ് ഓപ്പറേഷൻ, ഡേ ടു ഡേ ഓപ്പറേഷൻ അല്ലെങ്കിൽ എന്റെ ഡെയിലി ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എന്തോ ഒരു ഇതിനെയാണ് ഞാൻ റിസ്ക് എന്ന് വിളിക്കുന്നത്. എന്തായിരിക്കും? മേ ബി അത് എന്റെ എംപ്ലോയീസിന്റെ സൈഡിൽ നിന്ന് വരുന്ന ഒരു ഇറർ കൊണ്ട് സംഭവിക്കുന്നതാവാം. അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം എന്ത് സംഭവിച്ചു, ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്റെ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നതിന്റെ ഏതെങ്കിലും എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും മെഷീൻസിന് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നതുകൊണ്ട് അന്നത്തെ ദിവസം അല്ലെങ്കിൽ എനിക്ക് ഒരാഴ്ചക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, പ്രോഡക്ട്സ് ഒന്നും മാനുഫാക്ചർ ചെയ്യാനായിട്ട് പറ്റിയില്ല. അത് എന്നെ സംബന്ധിച്ച് ഓപ്പറേഷണൽ റിസ്ക് ആണ്. അതല്ല, ഞാൻ വർക്ക് ചെയ്യുന്ന എന്റെ ഓഫീസിലെ സിസ്റ്റംസ് പെട്ടെന്ന് ഡൗൺ ആവുകയാണ്, അല്ലെങ്കിൽ എന്റെ സോഫ്റ്റ്വെയർ പെട്ടെന്ന് എന്തെങ്കിലും വൈറസ് അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് എന്റെ മേ ബി ഒരു 1 ഡേ അല്ലെങ്കിൽ ഒരു 1 വീക്ക് 1 or 2 വീക്സിലേക്കുള്ള എന്റെ ഓപ്പറേഷൻസിനെ ഇമ്പാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നിർത്താൻ പൊട്ടൻഷ്യൽ ഉള്ള റിസ്കുകളെയാണ് എനിക്ക് ഓപ്പറേഷണൽ റിസ്ക് എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? എന്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ്, അതായത് എന്റെ കമ്പനി മുഴുവനായിട്ടൊന്നും അത് അഫക്റ്റ് ചെയ്യില്ല. എന്റെ കമ്പനിയിലെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിനെയോ അല്ലെങ്കിൽ എന്റെ കമ്പനിയുടെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെഗ്മെന്റിനെ മാത്രം അതിന്റെ ഒരു ദിവസത്തെയോ അല്ലെങ്കിൽ 1 to 2 വീക്സിലെയോ ഓപ്പറേഷൻസിനെ ചിലപ്പോൾ ഒന്ന് നിർത്തിവെക്കാനായിട്ട് അത്ര ഒരു പൊട്ടൻഷ്യലെ ആ ഒരു ഓപ്പറേഷണൽ റിസ്കിനുള്ളൂ. ഓക്കെ, അതാണ് എന്റെ ഓപ്പറേഷണൽ റിസ്ക്. ഇനി ഓപ്പറേഷണൽ റിസ്കിന്റെ രണ്ട് ടൈപ്പ് ഓഫ് റിസ്ക് വരുന്നുണ്ട്. ഒന്ന് ലീഗൽ റിസ്ക്, രണ്ടാമത്തേത് കംപ്ലയൻസ് റിസ്ക്. ലീഗൽ റിസ്ക് ആൻഡ് കംപ്ലയൻസ് റിസ്ക്. ലീഗൽ റിസ്ക് എന്താണ്? ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ എന്റെ കമ്പനി റൺ ചെയ്യുന്ന കൺട്രിയില്
ആ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പുതിയ പോളിസീസ് ഉണ്ടല്ലോ, പുതിയ ലോസ് ആൻഡ് റെഗുലേഷൻസോ റൂൾസ് ആൻഡ് റെഗുലേഷൻസോ അല്ലെങ്കിൽ പുതിയതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത പോളിസീസ് റൂൾസ് ലോസ് അതുകൊണ്ടൊക്കെ വരുന്ന റിസ്കുകളെയാണ് ഞാൻ ലീഗൽ റിസ്ക് എന്ന് വിളിക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞ ഇപ്പൊ ലാസ്റ്റ് നമ്മൾ കണ്ടു ഡ്രൈവിംഗ് ലൈസൻസിന്റെ കേസ്. പഴയ രീതിയിൽ നമുക്ക് ഇനിയിപ്പം ലൈസൻസ് എടുക്കാൻ പറ്റത്തില്ല. ലൈസൻസിന്റെ എടുക്കുന്ന ആ ഒരു സിസ്റ്റം അതെല്ലാം ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പം ഇന്നാണ് തോന്നുന്നു 112 പേരെന്തോ ആ ടെസ്റ്റിന് വന്നിട്ട് അതിൽ 50 പേരെന്തോ പാസ്സായിട്ടുള്ളൂ. ഓക്കെ, അപ്പം ആ ഒരു സിസ്റ്റം മൊത്തത്തിൽ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു, ആ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ആ ഒരു ഏജൻസീസ്, കുറെ ഏജൻസീസ് ഉണ്ടാവും, അവരെല്ലാവരും സമരത്തിലേക്ക് പോകുന്നു എന്നൊക്കെ നമ്മൾ കണ്ടു. അത് സെയിം സാധനം തന്നെയാണ്. ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാരണം അറൈസ് ചെയ്യുന്ന റിസ്കിനെയാണ് ഞാൻ ലീഗൽ റിസ്ക് എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ റിസ്ക് ആയിരുന്നു എന്റെ കംപ്ലയൻസ് റിസ്ക്. കംപ്ലയൻസ് റിസ്ക് എന്ന് പറഞ്ഞാൽ ഈ സെയിം സാധനം തന്നെ. ഇപ്പൊ ഗവൺമെന്റ് എന്തെങ്കിലും പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇംപ്ലിമെന്റ് ചെയ്തു എന്ന് വെച്ചു, അത് എന്റെ കമ്പനിയോ അല്ലെങ്കിൽ എന്റെ കമ്പനിയിലുള്ള എംപ്ലോയീസോ വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ അവ വയലേഷൻ മൂലം ഉണ്ടാകുന്ന റിസ്ക് ആണ് കംപ്ലയൻസ് റിസ്ക് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളിപ്പം അറിയാം, ഹെൽമെറ്റ് ഞാൻ ഡ്രൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, കാറിലാണെന്നുണ്ടെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടണം എന്നുള്ളത് ഇപ്പൊ നിർബന്ധമാണ്. അല്ലെങ്കിൽ ഇപ്പം 2 വീലർ ആണെങ്കിൽ 2 പേര് പോകുന്നുണ്ടെങ്കിൽ ആ 2 പേരും ഹെൽമെറ്റ് വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ, ഇപ്പം റോഡുകളിലെല്ലാം നമ്മൾ എന്ത് AI ക്യാമറാസ് വെച്ചിരിക്കുന്നതുകൊണ്ട് പെട്ടെന്നായിരിക്കും അതിന്റെ നമുക്ക് പെനാൽറ്റി കിട്ടുന്നത്. അങ്ങനെയുള്ള നമ്മൾ ഏതെങ്കിലും റൂൾസ് വയലേറ്റ് ചെയ്യുന്നത് കൊണ്ട് അറൈസ് ചെയ്യുന്ന റിസ്കുകളെയാണ് ഞാൻ കംപ്ലയൻസ് റിസ്ക് എന്ന് പറയുന്നത്. അത്രയുള്ള എന്റെ ഓപ്പറേഷണൽ റിസ്ക്. ഓക്കെ, അപ്പൊ എന്റെ ഓപ്പറേഷണൽ റിസ്കിന്റെ മെയിൻ ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, എന്റെ ഓപ്പറേഷണൽ റിസ്കിന് ഹോൾ ഓർഗനൈസേഷനെ ഇമ്പാക്ട് ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഇല്ല. മേ ബി ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെഗ്മെന്റിനെയോ, എന്റെ ഓർഗനൈസേഷൻ്റെ ഉള്ളിലെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെഗ്മെന്റിനെയോ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിനെയോ മാത്രം ഇമ്പാക്ട് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ മാത്രമേ ആർക്കുള്ളൂ, എന്റെ ഓപ്പറേഷണൽ റിസ്കിനുള്ളൂ. തേർഡ് റിസ്ക് ആണ് ഫിനാൻഷ്യൽ റിസ്ക്. ഓപ്പറേഷണൽ റിസ്ക് നമ്മൾ വായിച്ചായിരുന്നു. Operational risk results from inadequate or failed internal process, people or systems. These risks have the potential to impact the day-to-day operations of the business. Two types of operational risk are legal risk and compliance risk. Okay, third risk, financial risk. ഫിനാൻഷ്യൽ റിസ്ക് ആ ഒരു വേർഡിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. എന്താണ് എന്റെ കമ്പനിയുടെ അല്ലെങ്കിൽ എന്റെ ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട റിസ്കുകളെയാണ് ഞാൻ എന്ത് റിസ്ക് എന്ന് വിളിക്കുന്നത്, ഫിനാൻഷ്യൽ റിസ്ക് എന്ന് വിളിക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ ഡെഫിനിഷനും പറയുന്നത്. Financial risks are connected to the financial health of the company. These risks have the potential to impact the financial stability of the organization. And the organization financial stability impact ചെയ്യാൻ potential ഉള്ള എന്തിനേയും എനിക്ക് എന്തെന്ന് വിളിക്കാം, ഫിനാൻഷ്യൽ റിസ്ക് എന്ന് വിളിക്കാം. ഞാൻ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്, എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക്, ലിക്വിഡിറ്റി റിസ്ക്, സോൾവൻസി റിസ്ക്. ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ അത് കോർപ്പറേറ്റ് ഫൈനാൻസിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന ഒരു സംഭവമാണ് ഈ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്ന് പറയുന്നത്. എന്താണ്, ഇപ്പം ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ഞാൻ ഒരു ബോണ്ട് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞാനിപ്പോ 8% ഇൻട്രസ്റ്റ് റേറ്റിലാണ് എന്റെ ബോണ്ട് ഞാൻ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ അതേ ടൈമിൽ എന്റെ മാർക്കറ്റിൽ ബോണ്ട് മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 10% ആണെന്ന് വിചാരിക്കാം. അങ്ങനാണെങ്കിൽ എന്റെ ബോണ്ടിനെ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും, ഡിസ്കൗണ്ടിൽ സെല് ചെയ്യേണ്ടി വരും. അതല്ല ഞാൻ 8% വിൽക്കുന്നു, എന്റെ കോമ്പറ്റീറ്റർ 10%-നാണ് വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പോഴും എനിക്ക് എന്ത് സംഭവിക്കും, എന്റെ ബോണ്ടിനെ ഞാൻ ഡിസ്കൗണ്ടിൽ സെല് ചെയ്താണ്ട്. ഇങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ്സിൽ വരുന്ന ചേഞ്ചസിനെയാണ്, അതുകൊണ്ട് അറൈസ് ചെയ്യുന്ന റിസ്കുകളെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്ന് വിളിക്കുന്നത്. രണ്ടാമത് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ, പ്രത്യേകിച്ച് CMA USS സ്റ്റുഡൻസിന് ഫെമിലിയർ ആയിട്ടുള്ള ഒരു റിസ്ക് ആണ് എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക്.
അത് കുറെ കൂടെ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ CMA എക്സാം എഴുതിയ സമയത്ത് പാർട്ട് 1 എക്സാമിന് ഡേറ്റ് എടുത്തത് Jan 2023 ഒരു ലാസ്റ്റ് 30 ആയി അല്ല February 1st വീക്ക് എന്തോ ആയി തോന്നുന്നു ആ ഒരു ടൈമില്. പക്ഷെ എന്റെ കൂട്ടത്തിലുള്ള കുറച്ച് ഫ്രണ്ട്സ് അവര് ഡിസംബർ ലാസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേനും എക്സാമിന് ഡേറ്റ് എടുത്തിരുന്നു. അപ്പം അവർക്ക് വന്നത് ഒരു 19,000 ബാങ്ക് ചാർജ് എല്ലാം കൂടെ കൂട്ടി ഒരു 19,000 ആ ഒരു റേഞ്ചിലെ അവർക്ക് വന്നുള്ളൂ. എക്സാമിന്റെ ഫീസ് എന്ന് വന്നിട്ടുള്ളൂ. പക്ഷെ ഞാൻ Jan ലാസ്റ്റ് February 1st ഡേറ്റ് എടുത്തപ്പോ എനിക്ക് അറൌണ്ട് 20,000 എക്സാമിന്റെ ഫീസ് വന്നു. അവിടെ എന്താ സംഭവിച്ചേ? ഞങ്ങൾ രണ്ടുപേരും CMA പാർട്ട് 1 അല്ലെങ്കിൽ പാർട്ട് 1 പാർട്ട് 2 ഏത് പാർട്ടാണെങ്കിലും നമുക്ക് സെയിം എക്സാം ഫീസ് തന്നെയല്ലേ വരിക. ഓക്കെ, അപ്പൊ ഞങ്ങൾ രണ്ടുപേരും എടുത്തത് സെയിം എക്സാം തന്നെയാണ്. ഞങ്ങൾ രണ്ടുപേരും പേ ചെയ്തതും സെയിം ബോർഡിന് തന്നെയാണ്. IMAക്കാണ് ഞങ്ങൾ രണ്ടുപേരും പേയ്മെന്റ് കൊടുത്തത്. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും 2 എമൗണ്ട് ആയിരുന്നു വന്നത്. അതെന്തുകൊണ്ടാണ്? ആ ഡിഫറൻസിന്റെ കാരണമാണ് നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക്. ഇവിടെ കമ്പനീസിനെ സംബന്ധിച്ച് എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു ഫോറിൻ കൺട്രിയിലാണ് എന്റെ കമ്പനി റൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഇപ്പം ഞാൻ റൺ ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് വേറൊരു ഫോറിൻ കൺട്രിയിൽ എനിക്ക് എന്തെങ്കിലും അക്കൗണ്ട് റിസീവബിളോ അല്ലെങ്കിൽ അക്കൗണ്ട് പേയബിളോ ഒക്കെ ഉള്ള കേസസിലാണ് എനിക്ക് മെയിൻ ആയിട്ട് എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് എന്നെ അഫക്ട് ചെയ്യാം. ഓക്കെ, അപ്പം അത് ഡോളർ നമ്മുടെ CMA കേസിൽ USD വന്ന എക്സ്ചേഞ്ച് റേറ്റിന്റെ ഡിഫറൻസ് കൊണ്ടാണ് ആ 19,000 20,000 ആ ഒരു റേറ്റിന്റെ ഡിഫറൻസ് വന്നത്. ഓക്കെ, അതാണ് എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് എന്ന് പറയുന്നത്. തേർഡ് റിസ്ക് ലിക്വിഡിറ്റി റിസ്ക് ആൻഡ് സോൾവൻസി റിസ്ക്. ലിക്വിഡിറ്റി റിസ്ക് ആൻഡ് സോൾവൻസി റിസ്ക് നമ്മൾ ഇൻ ഡീറ്റെയിൽ ഫസ്റ്റ് സെക്ഷൻ 8 പഠിക്കുന്നതാണ്. ഓക്കെ, ലിക്വിഡിറ്റി റിസ്ക് സോൾവൻസി റിസ്ക് എന്താണെന്ന് പറയുന്നതിന് മുന്നേ ലിക്വിഡിറ്റി എന്താ സോൾവൻസി എന്താണെന്ന് അറിയണ്ടേ? എന്താണ് ലിക്വിഡിറ്റി? ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ബൈ ഡെഫിനിഷൻ ലിക്വിഡിറ്റി പറയുന്നത് എബിലിറ്റി ടു മീറ്റ് ഷോർട്ട് ടേം ഒബ്ലിഗേഷൻ ആൻഡ് സോൾവൻസി എന്ന് പറയുന്നത് എബിലിറ്റി ടു മീറ്റ് മൈ ലോങ് ടേം ഒബ്ലിഗേഷൻസ്. എന്റെ ഷോർട്ട് ടേമിലേക്കുള്ള നീഡ്സിനെ മീറ്റ് ചെയ്യാൻ എന്റെ കമ്പനിക്കുള്ള എബിലിറ്റിനെയാണ് ഞാൻ എന്റെ ലിക്വിഡിറ്റി എന്ന് വിളിക്കുന്നത്. സോൾവൻസി എന്ന് വിളിക്കുന്നത് എന്റെ ലോങ് ടേമിലേക്കുള്ള ഒബ്ലിഗേഷൻസിനെ മീറ്റ് ചെയ്യാൻ എന്റെ കമ്പനിക്കുള്ള എബിലിറ്റിനെയാണ് ഞാൻ സോൾവൻസി എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലിക്വിഡിറ്റി റിസ്ക് സോൾവൻസി റിസ്ക് എന്താ? എനിക്ക് എന്റെ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസിനെയോ എന്റെ ലോങ് ടേം ഒബ്ലിഗേഷൻസിനെയോ മീറ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ എനിക്ക് എന്താണ്? ലിക്വിഡിറ്റി റിസ്ക് ആണ് അല്ലെങ്കിൽ സോൾവൻസി റിസ്ക് ആണ്. അത്രയാണ് നമ്മുടെ ഫിനാൻഷ്യൽ റിസ്ക് വരുന്നത്. ആൻഡ് ലാസ്റ്റ് റിസ്ക് ആണ് ഹസാർഡ് റിസ്ക്. ഹസാർഡ് റിസ്ക് എന്ന് പറയുമ്പോൾ എന്താ? ആ ഒരു ടേമിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. എന്തോ നാച്ചുറൽ ആയിട്ട് സംഭവിച്ച എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അറൈസ് ചെയ്യുന്ന റിസ്കുകളാണ് ഹസാർഡ് റിസ്ക്. ഹസാർഡ് റിസ്ക് മറ്റ് നമ്മളിപ്പോ പറഞ്ഞ 3 റിസ്കിൽ നിന്നും കുറച്ച് ഡിഫറെന്റ് ആണ്. കാരണം ഹസാർഡ് റിസ്കിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നറിയാമോ? അതിന്റെ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ അതിനെ ഇമ്പാക്ട് ചെയ്യാനുള്ള ആ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ, ആ ഇമ്പാക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാനായിട്ട് പറ്റും. എങ്ങനെയാ? ത്രൂ ഇൻഷുറൻസ്. ഇൻഷുർ ചെയ്യുന്നതിലൂടെ നമുക്ക് ഹസാർഡ് റിസ്കിന്റെ ഇമ്പാക്റ്റിനെ കുറയ്ക്കാനായിട്ട് പറ്റും. അങ്ങനെയുള്ള റിസ്കുകളെയാണ് നമ്മൾ ഹസാർഡ് റിസ്ക് എന്ന് വിളിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഹസാർഡ് റിസ്ക് ആർ റിസ്ക് ഇവന്റ്സ് ദാറ്റ് ക്യാൻ ബി ഇൻഷുർഡ് അഗെയിൻസ്റ്റ് സച്ച് ആസ്. ഇൻഷുർ ചെയ്ത് റിസ്കിന്റെ ഇമ്പാക്റ്റിനെ കുറയ്ക്കാൻ പറ്റുന്ന ഇതിനെയാണ് നമ്മൾ ഹസാർഡ് റിസ്ക് എന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞു. എന്തൊക്കെ തരത്തിലുള്ള റിസ്കുകളാണ്? എന്തെങ്കിലും ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ സംഭവിച്ചു, എന്തെങ്കിലും ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ സംഭവിച്ച എന്റെ കമ്പനിക്ക് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിന്റെ ഇമ്പാക്റ്റിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം? പ്രോപ്പർട്ടി ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ എനിക്ക് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് മൂലം വരുന്ന ആ ഇമ്പാക്റ്റിനെ എനിക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. രണ്ടാമത് വരുന്നത് ഡെത്ത് ഓഫ് എ കീ എംപ്ലോയി. എന്റെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ എന്റെ കമ്പനിയിലെ മേജർ ഇമ്പോർട്ടൻറ്റ് പൊസിഷനിൽ ഇരിക്കുന്ന ഒരു എംപ്ലോയി പെട്ടെന്ന് എന്തെങ്കിലും കാരണം കൊണ്ട് ഡെത്ത് സംഭവിച്ചു എന്ന് വരികയാണെങ്കിൽ ആ ഇമ്പാക്റ്റിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാം? ലൈഫ് ഇൻഷുറൻസ്
ലൈഫ് ഇൻഷുറൻസിലൂടെ എനിക്ക് അതിന്റെ ഇമ്പാക്ട് കുറയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എന്റെ ബിസിനസ് പ്രമൈസസിൽ വെച്ച് അല്ലെങ്കിൽ എന്റെ ഓർഗനൈസേഷനുള്ളിൽ വെച്ച് എന്റെ ആർക്കെങ്കിലും എന്റെ എംപ്ലോയീസിനോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഇഞ്ചുറിയോ എന്തെങ്കിലും ആക്സിഡന്റോ സംഭവിച്ചാൽ അതിന്റെ ഇമ്പാക്ട് എനിക്ക് മീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന്റെ ഇമ്പാക്ട് എനിക്ക് കുറയ്ക്കാൻ എന്ത് ചെയ്താൽ മതി? ലയബിലിറ്റി ഇൻഷുറൻസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം മറ്റു 3 റിസ്കിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള റിസ്ക് ആണ് നമ്മുടെ ഹസാർഡ് റിസ്ക്. അതിനെ നമുക്ക് അതിന്റെ ഇമ്പാക്ട് കുറയ്ക്കാൻ ഇൻഷുർ ചെയ്യുന്നതിലൂടെ നമുക്ക് അതിന്റെ ഇമ്പാക്ട് കുറയ്ക്കാനായിട്ട് പറ്റും. അങ്ങനെയുള്ള റിസ്കിനെയാണ് നമ്മൾ ഹസാർഡ് റിസ്ക് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞത് ടൈപ്സ് ഓഫ് റിസ്ക് ആയിരുന്നു. 4 ടൈപ്സ് ഓഫ് റിസ്കിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഫസ്റ്റ് സ്ട്രാറ്റജിക് റിസ്ക്, ഓപ്പറേഷണൽ റിസ്ക്, ഫിനാൻഷ്യൽ റിസ്ക് ആൻഡ് ഹസാർഡ് റിസ്ക്. എന്താണ് സ്ട്രാറ്റജിക് റിസ്കിനെ പറ്റി പറഞ്ഞത്? എന്റെ ഹോൾ ഓർഗനൈസേഷനെ ഇമ്പാക്ട് ചെയ്യാൻ പൊട്ടൻഷ്യൽ ഉള്ള ഏത് ഇവന്റിനെയും അല്ലെങ്കിൽ ഏത് റിസ്കിനെയും ഞാൻ എനിക്ക് എന്താണെന്ന് പറയാം? സ്ട്രാറ്റജിക് റിസ്ക് ആണെന്ന് പറയാം. ഓപ്പറേഷണൽ റിസ്ക് എന്ന് പറയുന്നത് എന്റെ ഹോൾ ഓർഗനൈസേഷൻ അഫക്റ്റ് ചെയ്യില്ല, പക്ഷെ എന്റെ ഉള്ളിലെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെഗ്മെന്റിനെയോ അഫക്റ്റ് ചെയ്യാൻ ഇമ്പാക്ട് ചെയ്യാൻ പൊട്ടൻഷ്യൽ ഉള്ള റിസ്കിനെ ഞാൻ എന്റെ ഓപ്പറേഷണൽ റിസ്ക് എന്ന് പറയും. ഓപ്പറേഷണൽ റിസ്കിനെ നമ്മൾ 2 കാറ്റഗറിയും പറഞ്ഞു: ലീഗൽ റിസ്ക് ആൻഡ് കംപ്ലയൻസ് റിസ്ക്. തേർഡ് റിസ്ക് പറഞ്ഞത് ഫൈനാൻഷ്യൽ റിസ്ക് ആണ്. എന്ന് പറഞ്ഞാൽ എന്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ എന്റെ ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട റിസ്കിനെയാണ് ഞാൻ ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറഞ്ഞത്. ഫോർത്ത് വൺ എന്റെ ഹസാർഡ് റിസ്ക് ആണ്. ഹസാർഡ് റിസ്ക് എന്ന് പറയുന്നത് എന്താ? എന്റെ കമ്പനിയുടെ ആ റിസ്ക് സംഭവിച്ചാൽ എനിക്ക് അതിന്റെ ഇമ്പാക്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇൻഷുർ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇൻഷുറൻസ് ത്രൂ ഇമ്പാക്ട് കുറയ്ക്കാൻ പറ്റുന്ന റിസ്കുകളെയാണ് ഞാൻ എന്റെ ഹസാർഡ് റിസ്ക് എന്ന് വിളിക്കുന്നത്. ഇത്രയായിരുന്നു നമ്മുടെ ടോപ്പിക്സ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു.